ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ക്ലാസിക്കൽ തിയറി ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ഡിസ്കസ് ചെയ്തു, ദെൻ മോണിട്രിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന്റെ എല്ലാം മേജർ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്കറിയാം ക്ലാസിക്കൽ തിയറിയിൽ നിന്ന് കെനീഷ്യൻ തിയറിയിലേക്ക് വരുന്നത് എന്താണ്? ഗ്രേറ്റ് ഡിപ്രഷൻ ആണ്. 1930s ഗ്രേറ്റ് ഡിപ്രഷന്റെ ഭാഗമായിട്ടാണ് ക്ലാസിക്കൽ തിയറിയുടെ ഫെയിലിയർ ഉണ്ടാകുന്നത്. അത് കെനീഷ്യൻ തിയറിയിലേക്ക് ലീഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കെനീഷ്യൻ തിയറിയുടെ ഒരു ഫെയിലിയർ നമ്മൾ കാണുന്നത് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന 1970s ആ ഒരു ഫിനോമിനയാണ്. അതായത് ഹൈ അൺഎംപ്ലോയ്മെന്റും ഹൈ ഇൻഫ്ലേഷനും ഒരേപോലെ വരുന്ന ആ ഒരു സ്റ്റാഗ്ഫ്ലേഷൻ ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് മോണിട്രിസ്റ്റ് സ്കൂളും വരുന്നത്. അപ്പൊ ഈ മോണിട്രിസ്റ്റ് സ്കൂളിലും പല രീതിയിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഈ സ്റ്റാഗ്ഫ്ലേഷൻ സിറ്റുവേഷനെ എല്ലാ പോയിന്റ് ഓഫ് വ്യൂയിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന മറ്റ് രണ്ട് സ്കൂൾ ഓഫ് തോട്ടുകളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറി എന്ന് പറയുന്നത്. അപ്പം ഈ 1970s നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ എക്കോണമിയിൽ ഈ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിന അല്ലെങ്കിൽ ഈ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോഴാണ് ഈ ഒരു എക്കണോമിക് തിയറിനെ മറ്റൊരു പെർസ്പെക്റ്റീവിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ മാക്രോ എക്കണോമിക് തിയറി എന്താണ് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് രണ്ട് അപ്രോച്ചുകളായിട്ട് തിരിയുകയാണ്. അപ്പം ആ രണ്ട് അപ്രോച്ചുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ ന്യൂ കെനീഷ്യൻ മാക്രോ എക്കണോമിക്സും ആണ്. അപ്പൊ ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലാസിക്കൽ തിയറിയുടെ ഒക്കെ ഒരു പുതിയ വേർഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറിയുടെ ഒക്കെ ഒരു റിഫൈൻഡ് വേർഷൻ ആയിട്ടാണ് നമുക്ക് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി അതുപോലെ തന്നെ സ്റ്റിൽ കെനീഷ്യൻ തിയറിയിലേക്ക് ചില അഡാപ്റ്റേഷൻസ് കൊണ്ടുവന്ന് അതിനെ ഒരു പുതിയ പോയിന്റ് ഓഫ് വ്യൂ അവതരിപ്പിക്കുകയാണ് എവിടെ? ന്യൂ കെനീഷ്യൻ എക്കണോമിക്സിൽ നമുക്ക് കാണാൻ സാധിക്കാം. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറിയാണ്. അപ്പം എന്താണ് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറിയുടെ പ്രത്യേകതകൾ, അതിന്റെ സേലിയൻ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണേണ്ടത് ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറിയുടെ മേജർ പ്രൊപ്പോണ്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് റോബർട്ട് ലൂക്കാസ്, തോമസ് സർജൻ ആൻഡ് എഡ്വേർഡ് പ്രിസ്കോട്ട്. ഇങ്ങനെ മൂന്ന് എക്കണോമിസ്റ്റുകളെയാണ് ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറിയുടെ മേജർ പ്രൊപ്പോണ്ടേഴ്സ് ആയിട്ട് പറയാം. പേരുകൾ ഞാൻ ഒന്നുകൂടെ പറയാം, ക്ലിയർ ആയിട്ട് കേട്ടിരിക്കുക. റോബർട്ട് ലൂക്കാസ് ആൻഡ് തോമസ് സർജൻ ആൻഡ് എഡ്വേർഡ് പ്രിസ്കോട്ട്. അപ്പൊ ഈ മൂന്ന് എക്കണോമിസ്റ്റുകളാണ് മേജർ ആയിട്ടുള്ള ഈ ഒരു ഐഡിയാസിന്റെ പ്രൊപ്പോണ്ടേഴ്സ് എന്ന് പറയുക. This school of thought believe that people are rational and use all available information when making economic decision, a concept known as the rational expectation. According to this view, the economy is naturally stable and can adjust on its own without much help. It argues that government actions like increasing spending or cutting taxes generally do not improve things in the long term, because people will adjust their behavior based on what they expect the government to do. അപ്പം ഇവിടുത്തെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള എക്കണോമിക് തിയറീസിന്റെ ഒക്കെ ഒരു ബേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ന്യൂ കെനീഷ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂ കെനീഷ്യൻസും ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഈ റാഷണൽ എക്സ്പെക്ടേഷൻസ് ഹൈപ്പോസിസിൽ പറയുന്നത് എന്താണ്? ഒരു എക്കോണമിയിലെ ഇൻഡിവിജ്വൽസ് എന്താണ്, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനെയും അവർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ഡിസിഷൻ മേക്കിംഗ് നടക്കുക. നമ്മളറിയാം, നമ്മൾ ഇതിനു മുമ്പ് റിഗ്രസീവ് എക്സ്പെക്ടേഷൻ കണ്ടു, അതുപോലെ തന്നെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ കണ്ടു. അപ്പൊ അതിനുശേഷമാണ് ഇവിടെ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് വരിക. നമ്മൾ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനൽ അത് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോസും കൂടെ കാണാം. അപ്പൊ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിൽ നമ്മൾ പറയുന്നത് എല്ലാ അവൈലബിൾ ഇൻഫർമേഷനെയും യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ആളുകൾ എന്ത് ചെയ്യുക, അവരുടെ ഡിസിഷൻ മേക്കിംഗ് നടത്തുക. അല്ലാതെ പാസ്റ്റ് ട്രെൻഡിനെ മാത്രം നോക്കിയോ അല്ലെങ്കിൽ ലോങ് ടേം ആവറേജിനെ നോക്കിയോ മാത്രമല്ല, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും, അത് കറന്റ് ഇൻഫർമേഷൻ ആകാം, പാസ്റ്റ് എക്സ്പീരിയൻസസ് ആകാം, ഇത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുക. അപ്പം ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് തന്നെയാണ് ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പം ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറിയിൽ പറയുന്നത് എന്താണ്? എക്കോണമി നാച്ചുറലി സ്റ്റേബിൾ ആണ്. അവിടെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഒന്നും ആവശ്യമില്ല. എക്കോണമിയിൽ പ്രൈസസും വേജസും ഫ്ലെക്സിബിൾ ആണ്. കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ് എന്ന് പറയുന്നത് അതെന്താണ്? ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് ക്ലിയർ ചെയ്യപ്പെടും. അപ്പൊ ഗവൺമെന്റിന്റെ
കാര്യമായിട്ടുള്ള ഇടപെടലൊന്നും ആവശ്യമില്ല എവിടെ ഈ ഒരു എക്കോണമിയുടെ ഓപ്പറേഷൻ. അപ്പൊ നാച്ചുറലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കോണമിയാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. നമുക്കറിയാം കെനീഷ്യൻസ് പറഞ്ഞ എങ്ങനെയാണ്, അങ്ങനെയല്ല. എന്താണ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആവശ്യമാണ്. അൺസ്റ്റേബിൾ ആണ് എക്കോണമി. അത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ അതൊരു ഫുൾ എംപ്ലോയ്മെന്റിൽ എത്താൻ സാധിക്കുന്നു. അപ്പം ഈ ക്ലാസിക്കൽ ഐഡിയ ആയിട്ടുള്ള ഈ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിനെ അല്ലെങ്കിൽ ഈ നാച്ചുറൽ സ്റ്റെബിലിറ്റിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ഇവിടെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. The new classical economics also believe that changes in the economy are mostly caused by real factors such as new technology or changes in the resources rather than just changes in the money supply. Therefore, they supported limited government intervention in the economy. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് കാണാം, മോണിറ്ററിസ്റ്റ് സ്കൂളിൽ നമ്മൾ കണ്ടിരുന്നു മണി സപ്ലൈ ആണ് എല്ലാ ചേഞ്ചസിനും കാരണം, അല്ലെങ്കിൽ മണി സപ്ലൈക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു ഐഡിയ ആയിരുന്നു മോണിറ്ററിസ്റ്റ് സ്കൂളിൽ നമ്മൾ കണ്ടത്. ഇപ്പൊ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പം എക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ എക്കോണമിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിന്റെ മേജർ റീസൺ എന്താണ്, അവിടുത്തെ റിയൽ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്, അല്ലാതെ നോമിനൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള മണി സപ്ലൈ അല്ല അവിടുത്തെ റീസൺ. റിയൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ടെക്നോളജി, ന്യൂ ടെക്നോളജി, ന്യൂ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത്, ന്യൂ റിസോഴ്സസ്, ഇങ്ങനെയുള്ള റിയൽ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ് എക്കോണമിയിൽ ബിസിനസ് സൈക്കിൾസും അല്ലെങ്കിൽ ഈ പറയുന്ന എക്കോണമി ചേഞ്ചസിനും റീസൺ ആണ്, അല്ലാതെ മണി സപ്ലൈ അല്ല. അപ്പം ഈ മോണിറ്ററി സ്കൂൾസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഈ എക്കണോമിക് ഫ്ലക്ച്വേഷൻസിനെ എങ്ങനെയാണ് റിയൽ ഫാക്ടേഴ്സിൽ നിന്നാണ് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് ഇതിന്റെ മേജർ ഫീച്ചേഴ്സ് ആണ്. സാലിയൻ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഏറ്റവും ആദ്യം തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലെ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് തന്നെയാണ്. നമ്മൾ കെനീഷ്യൻ സ്കൂൾ പഠിച്ചപ്പോൾ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ കണ്ടു. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു കറന്റ് ട്രെൻഡ്, ഓരോ വേരിയബിളും കറന്റ് ട്രെൻഡിൽ നിന്ന് ലോങ് റൺ ആവറേജിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മൾ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനിൽ പറഞ്ഞ എന്താണ്, പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ എക്സ്പെക്ടേഷൻ. റാഷണൽ എക്സ്പെക്ടേഷൻസിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ എന്താണ്, ഇവിടെ പറയുന്ന ആളുകൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനെയും യൂസ് ചെയ്ത്, അത് ചിലപ്പോൾ പാസ്റ്റ് ഇൻഫർമേഷൻ ആകാം, കറന്റ് പോളിസി ചേഞ്ചസ് ആകാം, എല്ലാ കാര്യങ്ങളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ എന്ത് ചെയ്യുക, ഈ ഒരു എക്സ്പെക്ടേഷൻസ് ഫോം ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇവർക്ക് എന്തായിരിക്കും, ഇവരുടെ എക്സ്പെക്ടേഷൻസ് ഓൺ ആൻഡ് ആവറേജ് കറക്റ്റ് ആയിരിക്കും. എറേഴ്സ് ഉണ്ടായാലും അവർ എറേഴ്സിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഓൺ ആൻഡ് ആവറേജ് ഇവരുടെ എക്സ്പെക്ടേഷൻസ് കറക്റ്റ് ആകും എന്നുള്ള ഐഡിയ ആണ് റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമി അല്ലെങ്കിൽ NCMന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ കറന്റ് എക്കണോമിക്സിൽ നമ്മൾ പറയുന്നത് ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ആണ്. അപ്പം ഇത് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജോൺ എഫ് മുത്ത് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ്. പക്ഷെ റോബർട്ട് ലൂക്കാസ് ആണ് ഇതിനെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലേക്ക് അഡാപ്റ്റ് ചെയ്ത് ഇതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ യൂസ് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ and learn from the past mistake to form expectation about future economic variable like inflation, interest rate, etc. As a result, people anticipate government policies making many macroeconomic policies ineffective. അപ്പം ഇവിടെ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിൽ പറയുന്ന മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പോളിസി ഇൻഎഫക്റ്റീവ്നെസ് എന്നുള്ളത്. അതായത് ഇവിടെ ഗവൺമെന്റിന്റെ പോളിസീസിനെയും കാര്യങ്ങളെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻഡിവിജ്വൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നടത്തുന്ന ഓരോ പോളിസി ചേഞ്ചസും ആന്റിസിപ്പേറ്റഡ് ആണെങ്കിൽ, അതായത് ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യുന്നതെന്ന് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് പോളിസി ആണെങ്കിൽ അത് ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും എക്കോണമിയിൽ ഉണ്ടാകത്തില്ല, പോളിസി ഇൻഎഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ പറയുന്ന മറ്റൊരു പോയിന്റ് ആണ് അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് എന്ന് പറയുന്നത്. ആളുകൾ പ്രതീക്ഷിക്കാതെയുള്ള പോളിസീസ് എന്ന് പറയുന്നത് എന്താ, ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ആണ് എക്കോണമിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് നമുക്ക് പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞ വേറൊരു ഐഡിയ നമുക്ക് കാണുന്നുണ്ട്, നമ്മൾ പുറകെ അത് കാണും. അപ്പം ഈ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് ഉണ്ടാകുന്നത്. സെക്കൻഡ് വൺ, കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ് അസംപ്ഷൻ. ദ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ബിലീവ് ദാറ്റ് market always clear, that is supply equal demand at all time. This implies wages and prices are perfectly flexible. Any unemployment is therefore voluntary or due to temporary frictions, not due to demand shortfall. അപ്പം ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ഐഡിയാസിനെ ഇവിടെ ന്യൂ ക്ലാസിക്കൽസിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഏതാണ്, കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ് ആണ്. പ്രൈസസും വേജസും
ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് എക്കോണമി എല്ലായ്പ്പോഴും എന്താണ് ഈ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ, ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ എന്ന് പറയുന്ന ആ ഇക്വിലിബ്രിയം സിറ്റുവേഷൻസിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പം എനി അൺഎംപ്ലോയ്മെന്റ് ഈ ഒരു കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ അൺഎംപ്ലോയ്മെന്റും എന്താണ് വോളണ്ടറി ടൈപ്പ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു ടെമ്പററി നേച്ചർ മാത്രമായിരിക്കും. ഒരിക്കലും ലോങ് റണ്ണിൽ അവിടെ എന്തുണ്ടാകത്തില്ല, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉള്ള വോളണ്ടറി ടൈപ്പ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് മാത്രമായിരിക്കും എവിടെ കാണുക, എക്കോണമിയിൽ കാണുക. അപ്പം മറ്റ് രീതിയിലുള്ള ഇൻവോളണ്ടറി സൈക്ലിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റോ മറ്റ് ഒരു രീതിയിലുള്ള അൺഎംപ്ലോയ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ മാർക്കറ്റിൽ ഉണ്ടാവില്ല. അവിടെ വോളണ്ടറി ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിലായിരിക്കും എക്കോണമി ഓപ്പറേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ തേർഡ് വൺ മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻ ഓൺ മാക്രോ എക്കണോമിക്സ്. അപ്പം ഈ ക്ലാസിക്കൽ എക്കണോമിക്സിൽ നിന്നും ന്യൂ ക്ലാസിക്കൽസിലേക്ക് നമ്മൾ പറയുമ്പോൾ ഈ മാക്രോ എക്കണോമിക് തിയറീസിന് ഒരു മൈക്രോ ഫൗണ്ടേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത് ഇവിടെയാണ്. അല്ലെങ്കിൽ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറീസിന് അല്ലെങ്കിൽ ക്ലാസിക്കൽ തോട്ടിന് ഒരു മൈക്രോ ഫൗണ്ടേഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ ക്ലാസിക്കൽ തിയറീസിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എവിടെ ചെയ്തിരിക്കുന്നത്, ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ ചെയ്തിരിക്കുന്നത്. മാക്രോ എക്കണോമിക് മോഡൽ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് ബിഹേവിയർ. This approach give more realistic and rigorous framework for understand the macro outcomes. അപ്പം മൂന്നാമത്തേതാണ് മൈക്രോ ഫൗണ്ടേഷൻ ഫോർ മാക്രോ എക്കണോമിക്സ് ആണ് മൂന്നാമത്തെ പ്രത്യേകത വരിക. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏതാണ്, പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ. അപ്പം ഈ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത് സർജൻ ആൻഡ് വാലൻസ് എന്ന് പറയുന്ന രണ്ട് എക്കണോമിസ്റ്റ് ആണ്. സർജൻ ആൻഡ് വലൈൻസ് എന്ന് പറയുന്ന രണ്ട് എക്കണോമിസ്റ്റുകളാണ് ഈ ഒരു പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനുള്ള പോളിസി ഇൻഎഫക്റ്റീവ്നെസ്, അതായത് ഗവൺമെന്റ് പോളിസീസ് ആന്റിസിപ്പേറ്റഡ് പോളിസി, അത് ആന്റിസിപ്പേറ്റഡ് മോണിറ്ററി പോളിസി ആയാലും ഫിസിക്കൽ പോളിസി ആയാലും അവിടെ ഒരു റിയൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം റാഷണൽ എക്സ്പെക്ടേഷൻസ് ആണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഷോർട്ട് റൺ ആണെങ്കിലും ലോങ് റൺ ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഷോർട്ട് റൺ ആണെങ്കിലും ലോങ് റൺ ആണെങ്കിലും ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മോണിറ്ററി പോളിസിയോ ഫിസിക്കൽ പോളിസിയോ എക്കോണമിയിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാകുന്നില്ല. അതിനുള്ള റീസൺ ആളുകൾ ഇതിനെ കൃത്യമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്ത് അതനുസരിച്ച് അവരുടെ എക്സ്പെക്ടേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ എന്താണ്, അൺആന്റിസിപ്പേറ്റഡ് പോളിസിയാണ്. അൺആന്റിസിപ്പേറ്റഡ് പോളിസീസ് എന്താണ്, ഷോർട്ട് റണ്ണിൽ എക്കോണമിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കും, പക്ഷെ ലോങ് റണ്ണിൽ അൺആന്റിസിപ്പേറ്റഡ് എന്താണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ലോങ് റണ്ണിൽ അവർ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ മോണിറ്ററി സ്കൂൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഷോർട്ട് റണ്ണിൽ പോളിസീസ് എഫക്റ്റീവ് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ഷോർട്ട് റണ്ണിൽ എഫക്റ്റീവ് ആണ്, ലോങ് റണ്ണിൽ എഫക്റ്റീവ് അല്ലെന്നായിരുന്നു നമ്മൾ മോണിറ്ററിസ്റ്റ് സ്കൂളിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഷോർട്ട് റൺ ആയാലും ലോങ് റൺ ആയാലും നിങ്ങൾ മോണിറ്ററി പോളിസി ആണെങ്കിലും ഫിസിക്കൽ പോളിസി ആണെങ്കിലും അതെന്തല്ല, എഫക്റ്റീവ് അല്ല. ആന്റിസിപ്പേറ്റഡ് പോളിസി ആണെങ്കിൽ അത് എഫക്റ്റീവ് അല്ല. പക്ഷെ അൺആന്റിസിപ്പേറ്റഡ് പോളിസി ആണെങ്കിൽ ഷോർട്ട് റണ്ണിൽ എഫക്റ്റീവ് ആണ്, ദെൻ ലോങ് റണ്ണിൽ അതിനോട് ആളുകൾ അഡ്ജസ്റ്റ് ആവും, അവരുടെ എറേഴ്സിനെ അവർ കറക്റ്റ് ചെയ്യും. അതുകൊണ്ട് ലോങ് റണ്ണിൽ ഈ അൺആന്റിസിപ്പേറ്റഡ് ലോങ് റണ്ണിലും എഫക്റ്റീവ് അല്ല. അപ്പം അവിടെ എഫക്റ്റീവ്നെസ് പോളിസീസിന് വരുന്ന എപ്പം മാത്രമാണ്, പോളിസി അൺആന്റിസിപ്പേറ്റഡ് ആകുമ്പോൾ. അൺആന്റിസിപ്പേറ്റഡ് പോളിസി ഷോർട്ട് റണ്ണിൽ എഫക്ട് ഉണ്ടാക്കും, പക്ഷെ ആന്റിസിപ്പേറ്റഡ് പോളിസി ഷോർട്ട് റൺ ആയാലും ലോങ് റൺ ആയാലും അവിടെ ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം മോണിറ്ററി സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. മോണിറ്ററി സ്കൂളിൽ ഷോർട്ട് റണ്ണിൽ പോളിസി എഫക്റ്റീവ് ആയിരുന്നു, ലോങ് റണ്ണിൽ മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആയിരുന്നു. ഇവിടെ വരുമ്പം മോണിറ്ററി പോളിസി ആയാലും ഫിസിക്കൽ പോളിസി ആയാലും ഷോർട്ട് റണ്ണിൽ ആന്റിസിപ്പേറ്റഡ് പോളിസി ആണെങ്കിൽ എഫക്റ്റീവ്നെസ് ഇല്ല അല്ലെങ്കിൽ എഫക്റ്റീവ് അല്ല. ഇനി അൺആന്റിസിപ്പേറ്റഡ് പോളിസി ആണെങ്കിൽ ഷോർട്ട് റണ്ണിൽ എഫക്ട് ഉണ്ടാക്കാൻ. അപ്പൊ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് നമുക്ക് കാണാനുള്ളത്. നെക്സ്റ്റ് വൺ, എംഫസിസ് ഓൺ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്. അപ്പൊ കെനീഷ്യൻ സ്കൂൾസ് കൂടുതലും ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. നമ്മൾ ന്യൂ ക്ലാസിക്കൽ തിയറിയിലേക്ക് വരുമ്പം ഇവിടെ എന്താണ്, ഒരു സപ്ലൈ സൈഡ് ഫാക്ടേഴ്സിൽ ഓൾഡ് ക്ലാസിക്കൽസിലേക്ക് തിരിച്ചു പോവുകയാണ്. സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ലേബർ പ്രൊഡക്ടിവിറ്റി, ഇൻസെന്റീവ്സ് ആൻഡ് റെഗുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സിനെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഫാക്ടേഴ്സ് ആണ്, ദീസ് ഫാക്ടേഴ്സ് ആർ സീൻ ആസ് ട്രൂ ഡ്രൈവേഴ്സ് ഓഫ് ലോങ് റൺ എക്കണോമിക് ഗ്രോത്ത്. അപ്പം ഇതുപോലെയുള്ള ടെക്നോളജിക്കൽ ഗ്രോത്തും ലേബർ പ്രൊഡക്ടിവിറ്റി ഗ്രോത്തും ഇൻസെന്റീവ്സ് ആൻഡ് റെഗുലേഷൻസും ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക് ഗ്രോത്തിന്റെ ഡ്രൈവേഴ്സ് ആയിട്ട് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ. അപ്പൊ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സിലേക്ക് തിരിച്ചു പോവുകയാണ് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് റിയൽ ബിസിനസ് സൈക്കിൾസ് തിയറി, RBC
തിയറി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്ലാസിക്കൽ തിയറി പഠിക്കുന്ന സമയത്ത് ക്ലാസിക്കൽ തിയറീസ് ഈ ബിസിനസ് സൈക്കിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കെനീഷ്യൻ തിയറീസിലേക്ക് വന്നപ്പോൾ കെനീഷ്യൻസ് ഈ പറയുന്ന ബിസിനസ് സൈക്കിൾ തിയറീസിന് കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഈ മോണിറ്ററിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ, എക്കണോമിക് ഫ്ലക്ച്വേഷൻസിലുള്ള മേജർ റീസൺ മണി സപ്ലൈ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് അവിടുത്തെ റീസൺ എന്താണ്, റിയൽ ഫാക്ടേഴ്സ് ആണ്, റിയൽ ഷോക്സുകളാണ് ബിസിനസ് സൈക്കിൾസ് ഉണ്ട്. അല്ലാതെ ഈ പറയുന്ന നോമിനൽ ഷോക്കുകളായിട്ടുള്ള മണി സപ്ലൈ ചേഞ്ചസോ കാര്യങ്ങളോ അല്ല ബിസിനസ് സൈക്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും റിയൽ ബിസിനസ് സൈക്കിൾ സ്കൂൾ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പറയാറുണ്ട്. നമ്മൾ ക്ലാസിക്കൽസിന്റെ കൂടുതലെയാണ് നമ്മൾ ന്യൂ ക്ലാസിക്കൽസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുക അല്ലെ. അപ്പം അതുപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ ഒരു സെപ്പറേറ്റ് ഭാഗമായിട്ടാണ് നമ്മൾ എപ്പോഴും റിയൽ ബിസിനസ് സൈക്കിൾ സ്കൂളിനെ നമ്മൾ കാണുക. പക്ഷെ ഈ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് റിയൽ ബിസിനസ് സൈക്കിൾ സ്കൂൾസ് നമുക്ക് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റാഷണൽ എക്സ്പെക്ടേഷനും കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഈ RBC തിയറിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ന്യൂ ക്ലാസിക്കൽസിന്റെ തിയറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി ന്യൂ ക്ലാസിക്കൽ തിയറീസിന്റെ ഐഡിയാസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ന്യൂ ക്ലാസിക്കൽസിന്റെ തന്നെ ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ എന്തിനെ കാണുക, RBC സ്കൂളിനെ അല്ലെങ്കിൽ റിയൽ ബിസിനസ് സൈക്കിൾ സ്കൂളിനെ കാണുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ഉണ്ടാകാനുള്ള മേജർ ഫൗണ്ടേഷൻസ് എവിടുന്ന് തന്നെയാ, ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതിനെ ആഡ് ചെയ്തിരിക്കുന്നത്. റിയൽ ബിസിനസ് സൈക്കിൾ തിയറി originated with the publication of a paper in 1982 by Kitland and Prescott entitled Time to Build and Aggregate Fluctuation. Kitland and Prescott stated that business cycle is not due to fluctuations in the monetary variable, rather it is caused by the real shocks to the economy. അപ്പം ഈ റിയൽ ബിസിനസ് സൈക്കിൾ സ്കൂൾ പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നതാണ് കിറ്റ്ലാൻഡ് ആൻഡ് പ്രിസ്കോട്ട് എന്ന് പറയുന്ന രണ്ട് എക്കണോമിസ്റ്റ്. നമ്മൾ ഓൾറെഡി പ്രിസ്കോട്ട് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്കിന്റെ ഐഡിയാസ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെ ബിസിനസ് സൈക്കിൾ തിയറിയുടെ മേജർ പ്രൊപ്പോണ്ടേഴ്സിനെ അറിഞ്ഞിരിക്കുക, വർക്ക് അറിഞ്ഞിരിക്കുക, ടൈം ടു ബിൽഡ് ആൻഡ് അഗ്രഗേറ്റ് ഫ്ലക്ച്വേഷൻസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു മോണിറ്ററി വേരിയബിൾസ് അല്ല എക്കോണമിക് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾസിന് റീസൺ. എന്താണ്, റിയൽ ഷോക്കുകളാണ് ബിസിനസ് സൈക്കിൾസിന് റീസൺ ആകുന്നത്. The RBC theory is a distinct class of new classical macroeconomics. Therefore, the basic assumption and analytical tool of new classical models are applied in RBC model also. In fact, Kitland and Prescott were the first to characterize the general equilibrium of a full-fledged dynamic and stochastic macroeconomic models. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ന്യൂ ക്ലാസിക്കൽസ് തന്നെ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ടാണ് ഈ റിയൽ ബിസിനസ് സൈക്കിൾ തിയറിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പക്ഷെ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി എന്നാണ് ന്യൂ ക്ലാസിക്കൽസിന്റെ ഫൗണ്ടേഷനെ ബേസ് ചെയ്ത് തന്നെയാണ് തിയറി പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. There could be two type of shocks to the economy. രണ്ട് ടൈപ്പ് ഓഫ് ഷോക്കുകൾ എക്കോണമിയിൽ ഉണ്ടാകാം. ഒന്ന് നോമിനൽ ഷോക്സും മറ്റൊന്ന് റിയൽ ഷോക്സും ആണ്. അപ്പൊ നോമിനൽ ഷോക്സ് അഫക്ട് ചെയ്യുന്ന എപ്പോഴും LM കർവിനെയാണ്. മണി സപ്ലൈ, മണി ഡിമാൻഡ് ഒക്കെ അഫക്ട് ചെയ്യുന്നത് എന്താണ്, LM കർവിനെ അഫക്ട് ചെയ്യുക. റിയൽ ഷോക്കുകളാണ് നമ്മുടെ IS കർവിനെ നമുക്ക് ഇമ്പാക്ട് ചെയ്യുക. റിയൽ ഷോക്കുകളാണ്. അപ്പൊ റിയൽ ഷോക്കുകൾ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഗവൺമെന്റ് സ്പെൻഡിങ്ങിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അല്ലെങ്കിൽ സേവിങ് കൺസപ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ എന്താണ്, IS കർവിനെയാണ് അഫക്ട് ചെയ്യുക. അപ്പൊ നോമിനൽ ഷോക്കുകൾ LM കർവിനെയും റിയൽ ഷോക്കുകൾ IS കർവിനെയാണ് അഫക്ട് ചെയ്യുക. In other words, real shock affect the goods market equilibrium and the labor market equilibrium. As name suggests, RBC model ascribed real shock as the prime reason behind the business cycles. The shocks to the production function are known as the supply shock or productivity shocks. അപ്പം ഇവിടെ ഏതാണ്, റിയൽ ഷോക്കുകൾ IS കർവിനെ അഫക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ എന്താണ്, നമ്മുടെ ഗുഡ്സ് മാർക്കറ്റിനും ലേബർ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്ന ആക്ച്വലി റിയൽ ഷോക്കുകളാണ്. അപ്പം ഈ റിയൽ ഷോക്കുകൾ എന്ന് പറയുന്നത് എന്താ, പ്രൊഡക്ഷൻ ഫംഗ്ഷനെ അഫക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ സപ്ലൈ സൈഡിനെയൊക്കെ അഫക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിയൽ ഷോക്കുകൾ വിളിക്കുക. അപ്പൊ ഈ റിയൽ ഷോക്കുകൾ ഉണ്ടാകാനുള്ള കുറെ റീസൺസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഓർ പ്രൊഡക്ഷൻ മെത്തേഡ്, പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡോ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ AI പോലുള്ള സംവിധാനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നമുക്ക് നടക്കും. അപ്പൊ അത് വളരെ വലിയൊരു എന്താണ്, സപ്ലൈ ഷോക്ക് ആണ്, അല്ലെങ്കിൽ ഒരു സപ്ലൈ ഷോക്ക്, പോസിറ്റീവ് സപ്ലൈ ഷോക്ക് ആണ് അല്ലെ. എന്താണ്, പ്രൊഡക്ഷൻ വളരെ കാര്യമായിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഓർ ക്യാപിറ്റൽ, ലേബറിന്റെ ക്യാപിറ്റലിന്റെ അവൈലബിലിറ്റി കൂടുന്നു. ഒരു
പോപ്പുലേഷൻ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആയിരുന്നു, അപ്പൊ ലേബർ അവൈലബിലിറ്റി കൂടുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റലിന് അവൈലബിലിറ്റി കൂടുന്നു. അതെന്താണ്? പോസിറ്റീവ് ഷോക്ക് ആണ്. ഇനി അത് കുറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഷോക്ക് ആയിട്ട് നമുക്ക് പറയാം. ചേഞ്ചസ് ഇൻ അവൈലബിലിറ്റി ഓഫ് ന്യൂ റോ മെറ്റീരിയൽസ്. അപ്പം റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റീസ് ഉണ്ടാകുന്ന ചേഞ്ച്. ഇപ്പൊ ഓയിൽ പ്രൈസ് കൂടുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സപ്ലൈ ഷോക്ക് ആണ്. ഇനി അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുക എന്നുള്ളത് നെഗറ്റീവ് സപ്ലൈ ഷോക്ക് ആണ്. ഇനി റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കുറയുക എന്നുള്ളത് ഒരു പോസിറ്റീവ് സപ്ലൈ ഷോക്ക് ആണ്. ദെൻ unusually good or bad weather. unusually good or bad weather. അപ്പം യൂഷ്വലി ഉണ്ടാകുന്ന എന്താണ് ഈ പറയുന്ന ഡ്രൗട്ട്, ഫ്ലഡ്, എർത്ത് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സും സപ്ലൈ ഷോക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അത് നെഗറ്റീവ് ആയിട്ടാണ്. അത് നല്ല വെതർ ഒക്കെ ആണെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് ഷോക്ക് ആണ്. ചേഞ്ചസ് ഇൻ ദ ഗവൺമെന്റ് റെഗുലേഷൻ അഫക്റ്റിംഗ് പ്രൊഡക്ഷൻ. ടാക്സ് റേറ്റ്, സബ്സിഡീസിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഇവിടെ പ്രൊഡക്ഷൻ. അപ്പം ഇത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എഫക്ട് ചെയ്യും. പോസിറ്റീവ് ആയിട്ടുള്ള എഫക്ട് ആണെങ്കിൽ അവിടെ എന്താണ്? ബൂം ഉണ്ടാകുന്നു, എക്കണോമിക് ബൂം ഉണ്ടാകുന്നു. നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ്? ഒരു റിസഷനിലേക്ക് എക്കോണമിനെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പം ഇവിടെ ഈ പറയുന്ന റിയൽ ഷോക്കുകൾ ഏതൊക്കെയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന റിയൽ ബിസിനസ് സൈക്കിൾ തിയറിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ ഐഡിയാസ് ആണ്. അപ്പം എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ എക്കണോമിക് ബിസിനസ് സൈക്കിൾസ് ഉണ്ടാകാനുള്ള മേജർ റീസൺ ഇവിടുത്തെ ഏതാണ്? റിയൽ ഷോക്കുകളാണ്. അപ്പൊ ഇതുപോലെയുള്ള സപ്ലൈ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഷോക്കുകളാണ് ഇതിനുള്ള റിയൽ റീസൺ ആയിട്ട് പറയാം. ഇനി ഏഴാമത്തതായിട്ട് ന്യൂട്രാലിറ്റി ഓഫ് മണി. അപ്പം നമ്മള് മോണിറ്ററി സ്കൂൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഷോർട്ട് റണ്ണില് മണി നോൺ ന്യൂട്രൽ ആണ്, ലോങ് റണ്ണിൽ ന്യൂട്രൽ ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇവിടെയും പറയുന്നത് എന്ത് തന്നെയാണ്? ലോങ് റണ്ണിലെ മണി എന്താണ്? ന്യൂട്രൽ ആണ്. മണി ലോങ് റണ്ണിൽ പ്രൈസിനെ മാത്രം, ഒരിക്കലും അത് ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും അഫക്ട് ചെയ്യുന്നത്. ഇൻ ദ ലോങ് റൺ മണി ഈസ് ന്യൂട്രൽ, meaning changes in the money supply only affect price level, not real GDP, employment or investment. Therefore, increasing the money supply won't solve unemployment or boost growth sustainability. അപ്പം ഇവിടെ ഒരിക്കലും എന്താണ്? ഇവിടെ ഈ ലോങ് ടേം ന്യൂട്രാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താണ്? ഈ പറയുന്ന ഫിലിപ്സ് കർവിന്റെ ഒറിജിനൽ ഫിലിപ്സ് കർവിന്റെ വാലിഡിറ്റി ഇവിടെ ഇല്ലാതാവുകയാണ്. ലോങ് ടേണിൽ എന്താണ്? ഫിലിപ്സ് കർവ് വെർട്ടിക്കൽ ആണെന്ന് തന്നെയാണ് ആരും പറയുന്നത്, ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സും പറയുന്നത്. ഓക്കെ, ദെൻ നോ റോൾ ഫോർ ആക്ടിവിസ്റ്റ് പോളിസീസ്. അപ്പൊ നമുക്കറിയാം, നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ആക്റ്റീവ് ആൻഡ് ഏതാണ് റൂൾ ബേസ്ഡ് പോളിസി, അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് പോളിസി തന്നെയാണ് ആക്റ്റീവ് പോളിസീസ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി പോളിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്ടിവിസ്റ്റ് പോളിസി എന്ന് വിളിക്കുക. മറ്റേതിനെയാണ് റൂൾ ബേസ്ഡ് പോളിസി എന്ന് വിളിക്കുക. അപ്പം ഇവിടെയും എന്താണ്? ഒരു ആക്ടിവിസ്റ്റ് പോളിസി റൂളിന് അല്ലെങ്കിൽ പോളിസിക്ക്, ആക്ടിവിസ്റ്റ് പോളിസിക്ക് അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി പോളിസിക്ക്, ഗവൺമെന്റ് ഫ്രീക്വന്റ്ലി ഇടപെട്ടുകൊണ്ടുള്ള ഡിസ്ക്രിഷണറി പോളിസിക്ക് കാര്യമായിട്ടുള്ള പ്രാധാന്യം ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് പറയുന്നില്ല. ന്യൂ ക്ലാസിക്കൽസും റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ നേരത്തെ മോണിറ്ററി സ്കൂൾസിലും ഈ റൂൾ ബേസ്ഡ് ആണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ NCMലേക്ക് വരുമ്പോൾ, ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോഴും ഇവിടെയും എന്താണ്? ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള മോണിറ്ററി പോളിസിയാണ്. ടൈലേഴ്സ് റൂൾ അല്ലെങ്കിൽ അഡോക് സ്റ്റിമുലസ് പോലുള്ള ഈ പറയുന്ന പോളിസീസിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുക. സിൻസ് മാർക്കറ്റ് ആർ എഫിഷ്യന്റ് ആൻഡ് പീപ്പിൾ ഫോം എക്സ്പെക്ടേഷൻ റാഷണലി, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഈസ് ഓഫൺ കൗണ്ടർ പ്രൊഡക്റ്റീവ്. ദ തിയറി ഫേവർ റൂൾ ബേസ്ഡ് പോളിസീസ് ഓഫ് ഡിസ്ക്രിഷണറി പോളിസീസ് ലൈക്ക് ടൈലേഴ്സ് റൂൾ ഓവർ അഡോക് സ്റ്റിമുലസ്. അപ്പൊ ടൈലേഴ്സ് റൂൾ പോലുള്ള ഒരു ഫിക്സഡ് റൂൾ ബേസ്ഡ് ആയിട്ടുള്ള പോളിസീസിനാണ് പ്രാധാന്യം. കാരണം പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസൽ, ഗവൺമെന്റ് എപ്പോഴും ഫ്രീക്വന്റ്ലി ഇടപെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഗവൺമെന്റിനോടുള്ള ട്രസ്റ്റ് നമുക്ക് ഇല്ലാതാവും. അപ്പൊ ഇതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഫീച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യും, അതാണ് ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഇനി നെക്സ്റ്റ് ആണ് 9ാമതാണ് ലൂക്കാസ് ക്രിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് ഈ ലൂക്കാസ് ക്രിറ്റിക്സ് പോലുള്ള കാര്യങ്ങൾ. പക്ഷെ ഞാനിത് നമ്മൾ ഫീച്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ മാറ്റി നിർത്താൻ സാധിക്കാത്തത് കൊണ്ട് ഒരു വളരെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു തിയറി പറയുന്നതാണ്. The Lucas critics proposed by Robert Lucas in 1976. He argued that traditional Keynesian models are flawed because they fail to consider changes in the people's behavior when policies changes. For example, if the government regularly uses physical stimulus during recession, people will start expecting it and change their saving or investment behavior accordingly. Therefore, policy evaluations must be based on the models with a rational expectation and micro foundation, not on observed past relationship that may break down under new policies. This critique justified the shift towards the new classical macroeconomic approach,
where models are built to incorporate expectations and behavioral responses. അപ്പം ഇവിടെ ലൂക്കാസ് ക്രിട്ടിക്സിൽ പറയുന്നത് കെനീഷ്യൻ തിയറി അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള മാക്രോ എക്കണോമിക് തിയറീസിന് എന്താണ് ആളുകളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് ആളുകൾ അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിനെ അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കെനീഷ്യൻ തിയറിക്കും ഈ മേജർ ആയിട്ടുള്ള പോളിസി ചേഞ്ചസിനോട് ഓരോ തവണയും ആളുകൾ അതനുസരിച്ച് അവരുടെ എക്സ്പെക്ടേഷൻസും അവരുടെ ബിഹേവിയറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫസ്റ്റ് ലെയർ ഓഫ് ചേഞ്ചസ് മാത്രമാണ് കെനീഷ്യൻ തിയറീസ് എന്ത് ചെയ്തിരിക്കുന്നത്, അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ കാലത്തും ആ സെയിം രീതി തന്നെ ബിഹേവിയർ തന്നെ ആളുകൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ഓരോ കാലഘട്ടം അനുസരിച്ച് അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള പോരായ്മകൾ കെനീഷ്യൻ തിയറീസിന് ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ മാറ്റി നിർത്താം, അല്ലെങ്കിൽ ഈ തിയറീസ് ഫെയിലിയർ ആണ്. നമ്മൾ എന്താണ് റാഷണൽ എക്സ്പെക്ടേഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ആ പോളിസി ചേഞ്ചസിനനുസരിച്ച് ആളുകളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതോടെ എന്ത് ചെയ്യണം, ഈ തിയറീസിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് ലൂക്കാസ് ക്രിട്ടിക്കില് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, then next one, ലൂക്കാസ് സപ്ലൈ കർവ്. ലൂക്കാസ് സപ്ലൈ കർവ് എന്ന് പറയുന്ന അഗ്രിഗേറ്റ് സപ്ലൈ കർവിനെ കുറിച്ച് ഇവിടെ ന്യൂ ക്ലാസിക്കൽസ് പറയുന്നത് എന്താണ്, ലോങ് റണ്ണിൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വെർട്ടിക്കൽ ആണെന്ന് തന്നെയാണ് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറിയും പറയുക. The Lucas supply curve shows how output respond only to unexpected changes in the price level, not to the anticipated changes. അപ്പം സപ്ലൈ കർവ് അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്രിഗേറ്റ് സപ്ലൈ കർവ് അവിടെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രൈസ് ചേഞ്ചസിലേക്ക് മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുക. എക്സ്പെക്ടഡ് പ്രൈസ് ചേഞ്ചസ് അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് പ്രൈസ് ചേഞ്ചസിനോട് റെസ്പോണ്ട് ചെയ്യത്തില്ല. ഔട്ട്പുട്ട് ഡീവിയേറ്റ് ഫ്രം ദി നാച്ചുറൽ ലെവൽ ഓൺലി ഇഫ് ആക്ച്വൽ പ്രൈസ് ഡിഫർ ഫ്രം expected price. Short run supply respond to unanticipated price changes. അപ്പം ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണ്, ആക്ച്വൽ പ്രൈസ് ലെവല് എക്സ്പെക്ടഡിനേക്കാളും ഒരുപാട് ഡീവിയേറ്റ് ചെയ്യുന്ന സമയത്താണ്. അതവിടെ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട് ഡീവിയേറ്റ് ഫ്രം ഇറ്റ്സ് നാച്ചുറൽ ലെവൽ only if actual prices differ from expected price. അതായത് ഇവരുടെ എക്സ്പെക്ടേഷനിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകുന്നു, അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ അതിനോട് എക്സ്പെക്ടേഷനിൽ ഒരു ഫെയിലിയർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എറർ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും എന്ത് ചെയ്യുക, അഫക്ട് ചെയ്യുക. അല്ലാതെ ആന്റിസിപ്പേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ചേഞ്ചസിനോടും ഔട്ട്പുട്ടോ എംപ്ലോയ്മെന്റോ റെസ്പോണ്ട് ചെയ്യില്ല. ഇൻ ദ ലോങ് ടേം എക്സ്പെക്ടേഷൻ അഡ്ജസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് റിട്ടേൺ ടു നാച്ചുറൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, മേക്കിംഗ് ദി ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വെർട്ടിക്കൽ. പക്ഷേ ഷോർട്ട് റണ്ണിൽ ഇങ്ങനെ ഒരു മിസ്മാച്ച് ഉണ്ടായാലും ലോങ് റണ്ണിൽ അവർ കറക്റ്റ് ചെയ്ത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിലേക്ക് തിരിച്ചു വരുന്നതാണ്, നാച്ചുറൽ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലേക്ക് അവരെന്താണ് തിരിച്ചു വരുന്നതാണെന്നാണ് ലൂക്കാസ് സപ്ലൈ കർവില് നമുക്ക് കാണാൻ സാധിക്കുക. ദെൻ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാനാണ് ഡൈനാമിക് ടൈം ഇൻകൺസിസ്റ്റൻസി. ടൈം ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഐഡിയ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറി ഡിസ്ക്രിഷണറി പോളിസീസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഐഡിയ ആണ്. നമുക്കറിയാം ഓരോ സമയത്ത് ഗവൺമെന്റ് പോളിസീസ് ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണയുടെ സമയത്തൊക്കെ എന്താണ് എക്കോണമി ഒരു റിസഷനിലേക്ക് പോകുമായിരുന്നു. അപ്പൊ ഗവൺമെന്റിന്റെ ഉദ്ദേശം എക്കോണമിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം എന്താണ് ഗവൺമെന്റ് സ്പെൻഡിങ്ങും മണി സപ്ലൈ ഒക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പം ആളുകളുടെ എക്സ്പെക്ടേഷൻ എന്താണ്, ഗവൺമെന്റ് മണി സപ്ലൈ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, സ്പെൻഡിങ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, എക്കോണമിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ സഡൻലി കൊറോണയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു, ഇൻഫ്ലേഷൻ ഹൈ ആയി ഗവൺമെന്റ് വേഗം ചേഞ്ച് ചെയ്തു. എന്ത് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു ടൈറ്റ് പോളിസീസ് ആണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഓരോ കാലഘട്ടത്തില് ഗവൺമെന്റിന് ഒരു പർട്ടിക്കുലർ ടൈമില് ഒപ്റ്റിമ പോളിസി ആണെന്ന് തോന്നുന്നത് പിന്നീട് അത് നോൺ ഒപ്റ്റിമൽ ആയിട്ട് മാറുമ്പോൾ അവർ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ പോളിസീസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഗവൺമെന്റിനോടുള്ള ട്രസ്റ്റ് ഇല്ലാതെ വന്നു. അപ്പം ഈ ട്രസ്റ്റ് ഇല്ലാതാകുന്നത് എക്കോണമിനെ നെഗറ്റീവ്ലി അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോളിസി ഇംപ്ലിക്കേഷൻസിന് ഹെൽപ്പ് ചെയ്യില്ല. ദ ടൈം ഇൻകൺസിസ്റ്റൻസി occur when a policy makers optimal plan changes over time due to shifting incentives, leading to a lack of credibility. Rational agent anticipate this shift and adjust neutralizing the policy. It support rule-based over discretionary policies. It was formalized by Finn Kitland and Edward Prescott, key figures in the neoclassical macroeconomics, to explain why discretionary policies fail due to shifting incentives and rational expectation, advocating for rule-based approaches instead. അപ്പം എന്തുകൊണ്ടാണ് റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിയറി വേണ്ടത്? ഡിസ്ക്രിഷണറി പോളിസി
നല്ലതല്ലാത്തത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി മോഡലിനെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് കാണുക. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന ഒപ്റ്റിമൽ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് തോന്നുന്ന പോളിൽ സഡൻ തന്നെ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ച് ഈ പോളിസീസിന് ഒരു എഫക്റ്റീവ്നെസ് ഇല്ലാതാവുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള പോളിസിയാണ് ബെറ്റർ. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ള റൂൾ ബേസ്ഡ് പോളിസീസിലേക്ക് കൊണ്ടുവരുന്നതാണ് ഡിസ്ക്രിഷണറി പോളിസിനേക്കാളും നല്ലത്, ഗവൺമെന്റിനുള്ള ട്രസ്റ്റ് ആളുകൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇങ്ങനെ 10 മേജർ ഫീച്ചേഴ്സ് ആണ് നമുക്ക് എവിടെ കാണേണ്ടത്, ഈ ന്യൂ ക്ലാസിക്കലിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് ആണ്. സെക്കൻഡ് വൺ കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ് അസംപ്ഷൻ. തേർഡ് വൺ മൈക്രോ ഫൗണ്ടേഷൻ ഓൺ മാക്രോ എക്കണോമിക്സ്. ഫോർത്ത് വൺ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ. എംഫസിസ് ഓൺ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്. റിയൽ ബിസിനസ് സ്കൂൾ തിയറി. ദെൻ അതുപോലെ തന്നെ ഏതാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി, ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണ്. നോ റോൾ ഫോർ ആക്ടിവിസ്റ്റ് പോളിസീസ്. ലൂക്കാസ് ക്രിട്ടിക്, ലൂക്കാസ് സപ്ലൈ കർവ്. ദെൻ ഡൈനാമിക് ടൈം ഇൻകൺസിസ്റ്റൻസി. അപ്പം അല്ലെങ്കിൽ ഡൈനാമിക് ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ടൈം ഇൻകൺസിസ്റ്റൻസി അങ്ങനെ പറഞ്ഞാലും കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ 10 കാര്യങ്ങളാണ് നമുക്ക് മേജർ ഫീച്ചേഴ്സ് ആയിട്ട് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ റീസെന്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ ന്യൂ ക്ലാസിക്കൽ മാക്രോ മോഡൽ വിത്തൗട്ട് അൺആന്റിസിപ്പേറ്റഡ് ഷോക്ക് വി മേ ഹാവ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് ആണെങ്കിൽ അവിടെ എന്താണ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്നാണ് നമ്മൾ ഓൾറെഡി. വോളണ്ടറി ആൻഡ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് മാത്രമായിരിക്കും ഉണ്ടാകുക. വോളണ്ടറി ആൻഡ് നാച്ചുറൽ റേറ്റ്. അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് ഉണ്ടെങ്കിൽ അവിടെ എന്താ മറ്റ് അൺഎംപ്ലോയ്മെന്റ്, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് വരാം. അൺആന്റിസിപ്പേറ്റഡ് ഷോക്സ് ഇല്ലെങ്കിൽ അവിടെ വോളണ്ടറി അല്ലെങ്കിൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എ ആൻഡ് ഡി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഫോർ ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ ന്യൂ ക്ലാസിക്കൽ economic is to explain which of the following: business cycle phenomenon, underemployment, wage price rigidity, effectiveness of government policy. Government policy effectiveness നമ്മൾ എവിടെയാണ് പറയുക, ആക്ച്വലി ന്യൂ കെനീഷ്യൻസിലും വരാം. വേജ് പ്രൈസ് റിജിഡിറ്റി എന്താണ്, കെനീഷ്യൻസിലും ന്യൂ കെനീഷ്യൻസിലും. അണ്ടർഎംപ്ലോയ്മെന്റ് ന്യൂ കെനീഷ്യൻസും ന്യൂ കെനീഷ്യൻസിലാണ്. ബിസിനസ് സൈക്കിൾ ഫിനോമിനയാണ് എവിടെ, ഈ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിൽ നമ്മൾ കാണാൻ സാധിക്കും. ഇപ്പൊ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ മേജർ ആയിട്ടുള്ള എന്താണ്, ബിസിനസ് സൈക്കിൾ ആണ്. റിയൽ ബിസിനസ് സൈക്കിൾ സ്കൂൾസിനെ, അതായത് റിയൽ ആയിട്ടുണ്ടാകുന്ന ഫാക്ടേഴ്സ് എങ്ങനെയാണ് എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് കൊണ്ടുവരിക, അതാണ് റൈറ്റ് ആയിട്ട്, എ ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ദി ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് റിയൽ ബിസിനസ് സൈക്കിൾസ് ആർ ദ റിസൾട്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. റിയൽ ബിസിനസ് സൈക്കിൾസ് ഉണ്ടാകാനുള്ള റീസൺസ് എന്താണ്? ഇന്നോവേഷൻ, ബാഡ് വെതർ, ടാക്സ് പോളിസി, ഡെപ്റ്റ് പോളിസി. അപ്പൊ നമ്മൾ അറിയാം റിയൽ ഷോക്കുകളാണ് അഫക്ട് ചെയ്യുക. അപ്പൊ റിയൽ ഷോക്കുകൾ ഇതിൽ എവിടെയാണ്? ഇന്നോവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് റിയൽ ഷോക്ക് ആണ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ബാഡ് വെതർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് റിയൽ ഷോക്ക് ആണ്. അപ്പം ഈ വെതർ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രോപ്പ് ഫെയിലിയർ ഇങ്ങനത്തെയുള്ള റീസൺ. അപ്പം ഏതാണ് ആദ്യത്തെ രണ്ടെണ്ണം, ഇന്നോവേഷൻ ആൻഡ് ബാഡ് വെതർ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, എ ആൻഡ് ബി. അപ്പൊ റൈറ്റ് ആൻസർ എ ആണ് വരിക. ഓക്കെ, റൈറ്റ് ആൻസർ എ ആണ്. നിങ്ങൾക്ക് ടാക്സ് പോളിസീസും മറ്റ് ഡെപ്റ്റ് പോളിസിയും ഒന്നും ഇവിടെ ഇല്ല. പോളിസി ഇൻഎഫക്റ്റീവ് പ്രൊപ്പോസിഷൻ ആണ് ന്യൂ ക്ലാസിക്കൽസ് പറയാം. അപ്പൊ ഇന്നോവേഷൻ ബാഡ് വെതറും ആണ് അവിടുത്തെ റിയൽ ബിസിനസ് സൈക്കിൾ സ്കൂൾസിലെ റിയൽ ഷോക്കുകളായിട്ട് നമ്മൾ പറയാം. അപ്പം എ ആൻഡ് ബി അല്ലെങ്കിൽ 1 and 2 ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. നെക്സ്റ്റ് വൺ, ദ ബിസിനസ് സൈക്കിൾ അക്കോർഡിംഗ് ടു ദ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ആർ മോണിറ്ററി ഇൻ നേച്ചർ. റീസൺ, ദീസ് ആർ ദ റിസൾട്ട് ഓഫ് ഫോൾ ഇൻ ദ റിയൽ വേജ് റേറ്റ്. അപ്പം ബിസിനസ് സൈക്കിൾസ് എന്താണ്, മോണിറ്ററി നേച്ചർ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ക്ലാസിക്കൽസ്, ന്യൂ ക്ലാസിക്കൽസ് പറയുന്നത് റിയൽ ബിസിനസ് സൈക്കിൾസ് എന്തല്ല, മോണിറ്ററി അല്ല, നോമിനൽ വേരിയബിൾസ് അല്ല ബിസിനസ് സൈക്കിൾസിന്റെ റീസൺ ആകുന്നത്, റിയൽ ഷോക്കുകളാണ്, റിയൽ ആയിട്ടുണ്ടാകുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ പറഞ്ഞിരിക്കുന്നത്. റിയൽ ബിസിനസ് സൈക്കിൾ അക്കോർഡിംഗ് ടു ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ആർ ഡ്യൂ ടു റിയൽ ഷോക്കുകളാണ്, അല്ലാതെ മോണിറ്ററി അല്ല, മോണിറ്ററി നേച്ചർ അല്ല. അപ്പൊ അതുകൊണ്ട് അതെന്താണ്, തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. These are the result of fall in the real wage rate. Exactly, റിയൽ ഷോക്കുകൾ ഉണ്ടാകുമ്പോൾ റിയൽ വേജസും എംപ്ലോയ്മെന്റിനെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിനെ അഫക്ട് ചെയ്യും, ലേബർ സപ്ലൈനെ അഫക്ട് ചെയ്യും. ഇങ്ങനെയുള്ള റിയൽ ഷോക്കുകളാണ് എന്തിന് റീസൺ ആകുന്നത്, ബിസിനസ് സൈക്കിൾസിന്റെ റീസൺ ആകുന്നത്. ഇപ്പൊ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന റീസൺ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ എ തെറ്റാണ്, 6 ട്രൂ ആണ്. അപ്പം റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, fall in the real wage can happen due to productivity shocks or labor supply shift which are consistent with the RBC theory. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്
റിയൽ വേജിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ത് കാരണമാണ്? അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയിലോ അല്ലെങ്കിൽ ലേബർ സപ്ലൈയിലോ ഉണ്ടാകുന്ന ഇതൊക്കെ എന്താണ്? റിയൽ ഷോക്കുകളാണ്. അപ്പൊ അത് എന്താണ്? ഈ റിയൽ ബിസിനസ് സൈക്കിൾസിന് റീസൺ ആണ്. അപ്പൊ A തെറ്റാണ്, B ശരിയാണ്, അല്ലെങ്കിൽ R ശരിയാണ്. അപ്പം A ആണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പം നമ്മളിവിടെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്ന് പെട്ടെന്ന് കാണുകയുണ്ടായത്. നമുക്കിത് സെപ്പറേറ്റ് ഓരോ തിയറീസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പിന്നീടുള്ള വീഡിയോസിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം കറന്റ് നമ്മൾ ക്ലാസിക്കൽസിന്റെ ഫീച്ചേഴ്സ് കണ്ടു, കെനീഷ്യൻസിന്റെ ഫീച്ചേഴ്സ് കണ്ടു, മോണിറ്ററി സ്കൂൾസിന്റെ ഫീച്ചേഴ്സ് കണ്ടു, ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫീച്ചേഴ്സ് കണ്ടു. ഇനി നമുക്ക് അവസാനമായിട്ട് ന്യൂ കെനീഷ്യൻ സ്കൂൾസിന്റെ ഫീച്ചേഴ്സ് ആണ് കണ്ടത്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.